ഒരിക്കൽ ഒരു ചൈനീസ് കർഷകന്റെ കുതിര ദൂരേക്ക് ഓടിപ്പോയി. അന്ന് വൈകുന്നേരം അയൽവാസികളെല്ലാം വന്ന് സംഭവത്തിൽ പരിതപിക്കാൻ തുടങ്ങി. കുതിര ഓടിപ്പോയതിൽ തങ്ങൾക്കും ദുഃഖമുണ്ട്. എന്തൊരു ദൗർഭാഗ്യമാണിത്. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. എന്നാൽ പിറ്റേ ദിവസം കുതിര മറ്റ് 7 കാട്ടുകുതിരകളോടൊപ്പം മടങ്ങിയെത്തി. അന്നും ആളുകൾ കൂടി. എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മാറിയത്? നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായി. എന്തൊരു ഭാഗ്യമാണിത്. അപ്പോഴും കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ കർഷകന്റെ മകൻ തെറിച്ചു വീഴുകയും കാലൊടിയുകയും ചെയ്തു. അപ്പോൾ അയൽക്കാർ പറഞ്ഞു, ഇത് വളരെ കഷ്ടമായിപ്പോയി. അപ്പോൾ കർഷകൻ പ്രതികരിച്ചത് ആയിരിക്കാം എന്നു മാത്രമാണ്. അതിനടുത്ത ദിവസം യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി. കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകന്റെ മകനെ അവർ കൊണ്ടുപോയില്ല. വീണ്ടും അയൽക്കാരെല്ലാം ചുറ്റും കൂടി. അത് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോഴും കർഷകൻ പറഞ്ഞത് ആയിരിക്കാം എന്നു മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും നിഷ്പക്ഷമാണ്. അവയെ നല്ലത് മോശം എന്ന മുൻധാരണയോടെ സമീപിക്കരുത്. ഓരോന്നിനോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നല്ലതാണോ മോശമാണോ എന്ന അർത്ഥം നാം കൽപ്പിച്ചു നൽകുന്നത്. ഒരു സംഭവത്തിന് നാം നെഗറ്റീവ് ലേബൽ നൽകുമ്പോൾ നമ്മുടെ തന്നെ ബോധം നമുക്ക് നൽകുന്നത് വേദനയാണ്. കർഷകന്റെ കഥ വരച്ചു കാട്ടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നെഗറ്റീവ് കാഴ്ചപ്പാടോടെ നോക്കാതിരിക്കുന്നതാണ് ബുദ്ധി.